അയ്യോ നാണം കെട്ടവളെ, നിനക്ക് നാണമില്ലേ? നിനക്ക് നിർത്തിപ്പോയിക്കൂടെ? നിനക്ക് ചത്തൂടെ? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കണ്ട ഒരു ഇൻ്റർവ്യൂ ആണിത്. നമ്മുടെ ആങ്കറായിട്ടുള്ള ഷാരിക ഉണ്ടല്ലോ, ഹോട്ട് സീറ്റിൽ രേണുസുധീനൊക്കെ ഇങ്ങനെ വിറപ്പിച്ചിട്ടുള്ള ആളുകളെയൊക്കെ പുതിയ വിറപ്പിക്കുന്ന ഷാരികേനെ ഹോട്ട് സീറ്റിൽ ഇരുത്തിക്കൊണ്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആങ്കറായി ഇരുന്നുകൊണ്ട് ഉള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ഒരു 38-40 മിനിറ്റോളം വരുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ഇത് എനിക്ക് കണ്ടപ്പോൾ വളരെ രസകരമായി തോന്നി. ഇതിൻ്റെ താഴെ വന്ന കമൻറ്റുകളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളും ഒക്കെ ചേർത്തുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നോക്കാം. ഇതിൽ രേണുസുധിയായിട്ടുള്ള ഇൻ്റർവ്യൂ പാർട്ട് 1 പാർട്ട് 2 പറഞ്ഞിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ മറന്നിട്ടുണ്ടാവില്ല അല്ലേ വന്നത്. അപ്പോൾ അതിലുള്ള കുറച്ച് അതിൽ ചോദിച്ച ചോദ്യങ്ങൾ, അതിൻ്റെ ടോണ് ശരിയായില്ല, വളരെ ഇൻസൾട്ടിങ് ആയിരുന്നു. രേണുസുധീനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ചോദ്യങ്ങളുണ്ടായിരുന്നു എന്നൊക്കെയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇതിൽ പറയുന്നത്. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചോദിച്ചത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഷാരിക പറയുന്നത്. എനിക്ക് ഷാരികനെ കണ്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരിക സന്ദേശം സിനിമ ഉണ്ടല്ലോ, സന്ദേശം സിനിമയിൽ അവരുടെ അനിയനായിട്ട് വരുന്നുണ്ടല്ലോ, ജയറാമിൻ്റെയും ശ്രീനിവാസൻ്റെ അനിയനായിട്ട് ഒരു പയ്യൻ, അതായത് അമ്മേ പാരൻറ്റിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ അവിടെ സമരം ചെയ്തു, എൻ്റെ പുറത്തക്കപ്പൂവാണ് ഇതൊക്കെ പറഞ്ഞിട്ടൊരു പയ്യൻ വരുന്നുണ്ടല്ലോ, ഭയങ്കര സീരിയസ് ആയിട്ട്. എനിക്ക് പെട്ടെന്ന് ആ തക്കട് ഓരോ ഓർമ്മ വരുള്ളൂ. അപ്പോൾ ഞാനത് നെഗറ്റീവായിട്ടല്ല പറയണത്, വളരെ പോസിറ്റീവായിട്ട് പറയുന്നത്. എനിക്ക് പെട്ടെന്ന് ശാരീരികമാണ് അതാണ് ഓർമ്മ വരില്ല, അവരുടെ മാനറിസം ഒക്കെ. അപ്പോൾ നോക്കാം. ഷാരിക പേഴ്സണലി രേണുസുധിയോട് ഒന്നും ചോദിച്ചിട്ടുണ്ടാവില്ല, ഓഡിയൻസിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ചോദിച്ചത്. പക്ഷെ ഷാരിക ചോദിച്ച പല ചോദ്യങ്ങളും ഇറ്റ് വാസ് വെരി പ്രൊവോക്കിംഗ്. അതാണ് ഷോ, ഇറ്റ്സ് എ പ്രൊവോക്കിംഗ് ഷോ. നിങ്ങൾ മനസ്സിലാവുന്നില്ലേ പറയുന്നത്? പ്രൊവോക്കിംഗ് ബോധമില്ലാണ്ടിരിക്കുന്ന ഡോക്ടർ പ്രൊവോക്കിംഗ് ഷോ ആയിട്ടാണെങ്കിലും ഷാരികയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഷാരിക എപ്പോഴും ഭയങ്കര ബോൾഡായിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു തൊണ്ടവേദനയൊക്കെ ഉണ്ട്. ഒരു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അതിന് സൗണ്ട് കേൾക്കണ്ട നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞു തന്നെ ഷാരിക ഒരിക്കലും തളർന്ന് ഇരിക്കില്ല. ഷാരിക അങ്ങനെയാണ് പല്ല് ദഹവും ഉപയോഗിച്ച് ആക്രമിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങൾ സംസാരമാണ് മുപ്പത്തിയേറിട്ടുള്ളത്. അത് പക്ക പ്രൊഫഷണലാണ് ആൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് അപ്രിഷ്യേറ്റ് ചെയ്യണം. അതായത് ഒന്നിൻ്റെ പേരിൽ തളരൂല, അങ്ങനെയാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ആ ക്വസ്റ്റ്യൻസ് തുടക്കം തൊട്ട് അവസാനം വരെ കാണുമ്പോൾ ആൾക്കാർക്ക് അവർ അൺകംഫർട്ടബിൾ ആവുന്നു. അവർക്ക് വേറെ ഒരു എന്താണെങ്കിലും അവർ വന്നു പോയി പുറത്തേക്ക് പോകാൻ അവർക്ക് പറ്റാത്ത രീതിയിലാണ് അവരിയ്ക്കുന്നതെന്ന് എല്ലാ രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. അതിന് എന്താ ഷാരികയുടെ അഭിപ്രായം? അല്ല ഡോക്ടർ, എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ എന്ത് തെറ്റാണ് ഡോക്ടറോട് ചെയ്തത്, ഈ നാട്ടുകാരോട് ചെയ്തത്? ഞാൻ എൻ്റെ ഷോ ഡിമാൻഡ് ചെയ്യുന്നു, പെർഫെക്റ്റ് ആകണം, ആ ഗസ്റ്റ് പ്രൊവോക്ഡ് ആകണം. ആ ഒരു ഉത്തരവാദിത്തം ഞാൻ വളരെ ഭംഗിയോട് എന്നെ ഏൽപ്പിച്ച ആൾക്കാരോട് ഭംഗിയോട് നിറവേറ്റി കൊടുത്തു. ആ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ? അതൊരു തെറ്റാണോ? എൻ്റെ ജോബ് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളൊരു തെറ്റാണോ? അതിനപ്പുറത്തിരിക്കുന്ന ഗസ്റ്റിനെ 100% സാറ്റിസ്ഫൈഡും കംഫർട്ടും ആക്കിക്കൊണ്ടാണ് ആ ഷോ നടന്നു പോയത്. അതിന് ഇങ്ങനെയൊക്കെ എന്നെ ഇങ്ങനെ കൊണ്ടിരുത്തി വധിക്കേണ്ട ആവശ്യമുണ്ടോ, ഹ്യൂമിലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇറ്റ്സ് ടു ഹാർട്ടിങ്. നിങ്ങളൊരു ഹ്യൂമൻ ബീങ് അല്ലേ, ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഹ്യൂമൻ ബീങ് ആണ്, ഒരു ലേഡിയാണ്. ഞാനൊരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടോ. കാരണം വളരെ സോഫ്റ്റായിട്ട് ചരണ്യ സംസാരിക്കുന്ന ഇത് ആദ്യമായിട്ടാണ് ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമമായി. അതായത് നമ്മുടെ വീട്ടിലൊരാൾ, ഒരു കൊച്ചു കുട്ടിയുണ്ട് വിചാരിക്കുക, ഇനി ചാരികനെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്ത് അങ്ങനെ വിചാരിക്കുക, ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി ഇങ്ങനെ കച്ചറയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക വിചാരിക്കും, വെറുതെ നുള്ളി പിച്ച് മാന്തൊക്കെ ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിചാരിക്കുക, പുറവാന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടികളിലൊക്കെ ഇരിക്കണം വിചാരിക്കുക, നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം വിചാരിക്കുക. പക്ഷേ ഒതുങ്ങിയിരിക്കുക നമ്മളിങ്ങനെ പറഞ്ഞു വിചാരിക്കുക. പക്ഷേ ഏറ്റവും അവസാനം ആ കുട്ടി ഇങ്ങനെ പാവം, ആർക്കും എന്നോടൊരു സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞു വിചാരിക്കും. അപ്പോൾ നമുക്ക് വിഷമാവൂലേ? എനിക്കെന്തോ ഏകദേശം അതുപോലെയുള്ള എന്തൊരു വിഷമമായിട്ടോ ഇങ്ങനെ ആളിങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോഴേ. പക്ഷേ ഇതിലൊരു രസമുണ്ട്, നോക്കട്ടെ. ഇതിലല്ല, ഇനി സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ആങ്കറാണെന്നൊരു പരിഗണന പോലും തരാതെ നിങ്ങൾ വളരെ പുച്ഛിച്ച് അട്ടഹസിച്ചുകൊണ്ട് എന്നോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. എനിക്കിത് ഷോ അല്ല. ഇവിടെ പുച്ഛിച്ച് അട്ടഹസിച്ച് എന്നുകൊണ്ട് പറയുന്നത് വെച്ചാൽ, ഇവിടെ വളരെ ചിരിച്ചുകൊണ്ടാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കണേ. അപ്പോൾ ഇവരെ പിടിക്കണില്ല എന്ന് പറഞ്ഞാൽ കടലാരും പിടിക്കണില്ല. നിങ്ങൾ ചിരിക്കരുത്, വിളിക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടാ. എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തുടർന്ന് പോകാൻ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഐ ആം ടോട്ടലി ഷാരിക കരയാൻ വേണ്ടി മാത്രം എന്താ സംസാരിച്ചത്? അയ്യേ, ആര് കരഞ്ഞു?
ഇതാണ് ഇതിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ചന്തുവിനെ തോൽപ്പിക്കാനാവൂല മക്കളെ. ശാരികരെ തോൽപ്പിക്കാൻ ഒരാൾക്ക് പറ്റൂല. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വിചാരിച്ചാൽ നടക്കൂല. തളരില്ല രാവുകിട്ട്. അത് നിങ്ങളുടെ തോന്നല. അതൊക്കെ പോലും അതിന് പുളിക്കും. ഞാൻ ക്യാമറ ഒരു കാലത്ത് കരയാൻ പോകുന്നില്ല. ഇതാണ് പ്രശ്നം. നിങ്ങൾക്ക് പുച്ഛിക്കാമെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാം. ചിരി ആദ്യം ഇവിടെ പുച്ഛിക്കുക എന്നുള്ളതുകൊണ്ട് പറയുന്നത് വെച്ചാൽ അവർ ചിരിക്കണമെന്നിട്ട് ശാരികയ്ക്ക് പിടിക്കണില്ല. അതാണ് സംഭവം. ഇത് കാട്ടിൽ പോയി കേട്ടോ. എനിക്ക് തീരെ പിടിക്കാൻ വേണം നിങ്ങളുടെ ചിരി. കാര്യം ശാരിക ഹോട്ട് സീറ്റ് ചെയ്യുന്നത് ശാരികയുടെ സ്റ്റൈലിലാണെങ്കിൽ ഞാൻ ഹോട്ട് സീറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പുച്ഛിച്ച് ചിരിക്കാന്നാണോ നിങ്ങളുടെ സ്റ്റൈല്? നിങ്ങളുടെ പേഷ്യന്റ് മുമ്പ് നിങ്ങൾ അട്ടോസിക്കൂലേ? ചിരി ഇസ് നോട്ട് ഈക്വൽ ടു പുച്ഛം. അത് മന്ദഹാസം. അത് നമുക്ക് മനസ്സിലാവും. സ്നേഹത്തോടെയുള്ള മന്ദഹാസവും ചിരിയോ അസ്തദാനവും ഒക്കെ. നിങ്ങൾ ശരിക്കും അട്ടഹസിക്കോ വരുന്നു. 32 പല്ലും പുറത്ത് കാണിച്ചിട്ടുണ്ട്. എനിക്ക് 32 പല്ലുണ്ട്. ഞാൻ പല്ല് നന്നായി ക്ലീൻ ചെയ്യുന്നു. വളരെ നല്ല കാര്യം. കാണുമോ എന്തോ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല ശാരിക ഉത്തരം പറയുന്നത്. ശാരിക എന്തൊക്കെയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരവൊന്നും എന്നിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ശാരിക ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതിനെ ഭയങ്കര നിങ്ങൾ ആര് അനാലിസിസ് ചെയ്യാൻ? ജഡ്ജിയോ? കോടതി കേൾക്കണ പോലെ സൈക്കോളജിസ്റ്റ് ഒക്കെ പരീക്ഷ അടിക്കാൻ മതി. അവരെ പഠിപ്പിച്ചാൽ മതി. എന്നെ പേടിപ്പിക്കണ്ട. ഞാൻ പറയുന്നു ഏത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് പേഷ്യന്റിനെ പേടി? നിങ്ങൾ പേടിപ്പിക്കുന്നിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ വേർഡ്സ് ആയിട്ട് ക്ലിനിക്കൽ സൈക്കോളജി ഞാൻ കണ്ടിട്ടില്ല. ശാരിക അപ്പൊ എത്ര ക്ലിനിക്കൽ എനിക്ക് കസിൻസ് ഒക്കെ ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പഠിച്ചു. അവർക്ക് എന്ത് മനോഹരമായിട്ട് ആൾക്കാർ ഇന്ററാക്ട് ചെയ്യുന്നത്. എത്ര സോഫ്റ്റ് ആൻഡ് കാം ആണ്. നിങ്ങൾ കാംനെസ് ആണെന്ന് ഞാൻ കണ്ടപ്പോ വിചാരിച്ചു കാമായിരിക്കും. പക്ഷേ യു ആർ സച്ച് എ ഹോറിബിൾ ലേഡി. പേഴ്സണൽ അറ്റാക്ക്, ഹരാസ്മെന്റ്. എന്നെ ഹരാസ് ചെയ്യാൻ നിങ്ങൾക്ക് പേഴ്സണൽ അറ്റാക്ക് ചെയ്യാം. ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. എന്നിട്ട് നിങ്ങൾ എന്നെ വന്നിരുന്ന ഹരാസ് ചെയ്യുന്നു. Who gave you that right? ശാരികയോട് ചോദിക്കുന്ന ഞാൻ കരയണമെന്ന്. ഞാൻ എൻ്റെ ഒരു പോയിന്റ്, ഒരു അഭിപ്രായം ഇവിടെ പറയട്ടെ. ഇവിടെ ശാരിക പറയുന്നത് ഹോട്ട് സീറ്റിൽ രേണുവിനെ 1, 2, 3 അങ്ങനെ 3 എപ്പിസോഡ് അവർ ഇറക്കിയിട്ടുണ്ട്. 3ഉം ഹൈലി സക്സസ്ഫുൾ ആണ്. 1 വ്യൂസാണ് അവർക്കുള്ളത്. അപ്പോൾ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ആങ്കർ ആയിട്ടുള്ള ശാരിക കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളതാണ്. ശാരിക പറഞ്ഞാൽ പക്കാ പ്രൊഫഷണൽ, 100% പ്രൊഫഷണൽ അങ്ങനെ. അപ്പോൾ ശാരിക പറയുന്നത് ശാരിക പേഴ്സണലായിട്ട് രേണുവിനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫോം വിളിച്ച് സംസാരിച്ച പോരെ. ഇവിടെ അതല്ല ചെയ്തത്. ഇവിടെ ഈ ഷോയിൽ നാട്ടുകാരുടെ ചോദ്യങ്ങൾ, പബ്ലിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അവരുടെ ഒരു രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എൻ്റെ ഇതിൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോ അതൊരു പ്രോഗ്രാമാണല്ലോ. ഇൻ്റർവ്യൂ ഇവിടെ ഹോട്ട് സീറ്റ് എന്നുള്ള ആ ഷോ, ആ ഒരു പ്രോഗ്രാം, അത് അവരുടെ പ്രോഗ്രാം അവർക്ക് എയിം ഉണ്ടായിരിക്കും, അവരൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും. അത് അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു, അവർക്ക് സക്സസ്ഫുൾ ആക്കാൻ സാധിച്ചു. അപ്പം ആ ഷോയുടെ സക്സസ്സിന് വേണ്ടിയിട്ട് ശ്രമിച്ച ഒരാളാണ് ആങ്കർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിപ്പോൾ പറയുമ്പോൾ ആളുകൾ ചിലപ്പം തെറി വിളിക്കണ്ട, ചീത്ത വിളിക്കണ്ട, എന്തായിക്കോട്ടെ. എനിക്ക് ഈ ഒരു കാര്യത്തിൽ ആ ഒരു പ്രൊഫഷണലിസം ഉണ്ടല്ലോ ശാരിക, അത് വളരെ ഇഷ്ടമാണ്. അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾ നമുക്ക് വളരെ അൺകംഫർട്ടബിൾ ആയിരിക്കും. ഇതെന്താ ഇങ്ങനെ ചോദിക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ ഇപ്പോൾ തുടക്കത്തിൽ രേണുസുധീനെ ഇങ്ങനെ ഭയങ്കര അഹങ്കാരിയാണ് അങ്ങനെ ഇങ്ങനെ രീതിയിലൊക്കെ സംസാരിക്കുന്ന രീതി ഉണ്ടായിരുന്നു. എന്താണ് നെകളിപ്പ് കാട്ടിക്കൂട്ടണുണ്ടോ അങ്ങനെ ഇങ്ങനെ സംഗതികളൊക്കെ. ഇത് അപ്പോൾ അവളുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കണം എന്നുള്ളൊരു സാധനം പലരുടെ ഉള്ളിലുണ്ട് തോന്നുന്നു, ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ഒരു പബ്ലിക് വൈബ് തന്നെയാണ് രേണുസുധീനെ ഹോട്ട് സീറ്റിൽ കൊണ്ടുവന്നിട്ട് ആര് ചെയ്തത്, ഇവിടെ ആങ്കറായിട്ടുള്ള ശാരിക ചെയ്തത്. പക്ഷേ എന്തായിരുന്നു വെച്ചാൽ അതായത് ആൾക്കാർ കാണാനും കേൾക്കാനും ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് ഇവിടെ അത് സംഭവിച്ചു തോന്നുന്നു ഹോട്ട് സീറ്റ്. പക്ഷേ എന്ത് സംഭവിച്ചു വെച്ചാൽ ഒരു ആറ്റിറ്റ്യൂഡിൽ രേണുസുധീനെ ട്രീറ്റ് ചെയ്തു തോന്നുന്നു. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രേണുസുധീനെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ കണ്ടപ്പോൾ ആളുകൾക്ക് അയ്യോ സങ്കടമായി, സോഫ്റ്റ് കോർണർ വന്നു എന്ന് വെച്ചാൽ ആളുകൾ കേൾക്കാനും കാണാനും ആഗ്രഹിച്ച് രേണുസുധീരെ അഹങ്കാരം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് അവരെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അവർ കാണാൻ ആഗ്രഹിച്ചതിൽ നിന്നും റിസൾട്ട് ഉണ്ടായത്. പക്ഷേ എന്താണ്, ഓ പാവം, അയ്യോ എന്നാലും ഓളോ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നേരെ തിരിച്ചുവിടുകയായി. അപ്പോൾ ഇത് നോക്കിക്കോ, ഇനി ഒരു പക്ഷേ എനിക്ക് സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇത്രയും കാലം ശാരികേനെ കുറ്റം പറഞ്ഞ ആളുകൾ അയ്യോ ശാരികയുടെ തന്നെ ചോദിക്കാൻ പറ്റില്ല പാവം എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത വീട്ടിലൊരു കുട്ടിയാണെന്നുള്ള ലെവലിലൊരു വൈബ് ഉണ്ടാവും തോന്നുന്നു. കാരണം ഏറ്റവും അവസരം ഞാൻ സങ്കടപ്പെട്ട് പറയില്ലേ, എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതൊക്കെ. അതായത് ഓരോരുത്തരും വളർന്നു വന്നൊരു അന്തരീക്ഷം അങ്ങനെയാണ്, അവരുടെ ഒരു ഫീൽഡ് അങ്ങനെയാണ്, അവരുടെ സ്റ്റൈൽ അങ്ങനെയാണ്. ഓരോരുത്തരും ഡിഫറൻ്റ് അല്ലേ. ഇപ്പോൾ എല്ലാവരും ഒരേപോലെ ആവണമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇനി ശാരികയുടെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് സ്നേഹം കൂടാനുള്ള സാധ്യത ഉണ്ട്. ശാരികയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരം പറയാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരം തരാതെ ശാരിക അവിടെ ഇരുന്ന് ഞാൻ ആര് പറയുന്നു കരയുന്നു, ഞാൻ കരയുന്നില്ല, നിങ്ങൾ എന്റെ കസിൻസ്
ശാരിക എന്തിനാണ് ഈ കോൺസ്റ്റന്റ് ആയിട്ട് കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കമ്പാരിസൺ നിങ്ങളല്ലേ കമ്പാരിസൺ നടത്തുന്നത്? എന്റെ ചിരി പുച്ഛമാണ്. ശാരികയുടെ കസിൻസ് ബെറ്റർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ്. ശാരിക എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സൈക്കോളജി കിടമ്പോൾ ഞാനത് കാമായിരിക്കും എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ ഇച്ചിരി മര്യാദ ഉണ്ടാകും. നിങ്ങൾ സത്യത്തിൽ പറഞ്ഞ് നിങ്ങൾ നേരത്തെ പറഞ്ഞ സാധനമല്ല, അന്തസ് അത് നിങ്ങൾക്ക് ഇല്ലാത്തത്. ഹോട്ട് സീറ്റും അതിന്റെ വ്യൂസും നല്ല രീതിയിലുള്ള പ്രോഗ്രാമും ഒക്കെ നല്ല കാര്യമാണ് ശാരിക. പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ അതായത് ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ടോണും ആ ഒരു ലാംഗ്വേജും ഒക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ. സി ഡോക്ടർ, ഇത് ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഷോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ഇവിടെ കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ് പറഞ്ഞു ആ ടോണും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു ഇതൊരു പബ്ലിക് ഒപ്പീനിയൻ ആവും, ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് ചോദിക്കുക എന്നൊക്കെ, ഹരാസ് ചെയ്യുന്ന പോലുള്ള ചോദ്യങ്ങളാണെന്നൊക്കെ. പക്ഷേ ഇവിടെ ഹോട്ട് സീറ്റിൻ്റെ ആങ്കർ ആയിട്ടുള്ള ശാരിക അതിന് മറുപടി പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിട്ട് എനിക്ക് തോന്നി. അതിന്റെ ഒരു രീതി ഇതാണ്, ഇങ്ങനെ ഇത് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ഷോ ഇതാണ് ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഈ ടൈപ്പ് ഓഫ് അറഗൻസും ഇതൊക്കെ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഗസ്റ്റിനെ പ്രൊവോക്ക് ചെയ്യുക, അതാണ് ഈ ഷോ ചെയ്യുന്നത്. എന്തിനാ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വരെ ഷോയിൽ നിന്ന്, ഇത് മലയാളത്തിൽ മാത്രമല്ല പല ലാംഗ്വേജിലും മാഡത്തിന് നോക്കി അറിയാൻ പറ്റും, പല ലാംഗ്വേജിലും നടന്നിട്ടുണ്ട്. വളരെ പ്രശസ്തരായ ആൾക്കാരൊക്കെ ഷോയിൽ നിന്ന് ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ട്. അത് ആ ഷോ ആണ്, അതിന്റെ ഒരു സക്സസിന്റെ ആ ഒരു റേറ്റ് അങ്ങനെയാണ് അത് പോകുന്നത്. സോ ഈ ഷോ ഡിമാൻഡ് ചെയ്യുന്ന പോലെ എനിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഉപദേശമൊക്കെ നല്ലത് തന്നെയാണ്, അത് സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. നല്ലതാണെങ്കിൽ ഭാവിയിൽ അത് നോക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. മാഡത്തിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? എനിക്ക് ശാരികയോട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരിക എന്ത് പറഞ്ഞാലും അത് പറയുന്ന രീതിയിലല്ല എടുക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. അപ്പോൾ ഇതാണ് സംഗതി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അപ്പോൾ വേറൊരു വിഷയമായിട്ട് വേറൊരു കാര്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വണക്കം. ബൈ ബൈ.